എടുത്തിട്ട് ആകാശം വലുതാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഓടിക്കാൻ പറ്റില്ല. അതിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഞാൻ അങ്ങനത്തെ കുറേ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. എനിക്കെല്ലാം എളുപ്പമായിരുന്നു. കുറേ ടൈമാണ്, നമ്മളെ പൈസയാണ്, നമ്മളെ ഒരു മെൻ്റൽ ഹെൽത്താണ്. അതൊക്കെ എനിക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാനലിൽ മെസ്സേജ് ചെയ്താൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനും ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. അതിൽ ഭയങ്കര സന്തോഷമായി. നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഇതൊക്കെ ഈ വീഡിയോ ത്രൂ മാത്രം സംഭവിച്ച കാര്യങ്ങളാണ്. പോയി കഴിഞ്ഞാൽ സൈക്കിൾ ഓടിക്കാൻ ഒരു സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ കാർ എടുക്കാൻ പറ്റൂലേ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഫ്ലൈയിങ്ങും കാർ ഓടിക്കുന്ന പോലെ. നമ്മൾ പൈലറ്റ് ആവാൻ വന്നു കഴിഞ്ഞാലും ഡോക്ടേഴ്സിനെ പോലെ നമ്മൾ മെഡിക്കലി കാര്യങ്ങൾ അറിയണം. ബിക്കോസ് ഹൈറ്റ് കൂടുന്ന സമയത്ത് നമുക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വരുന്ന വേണ്ടിയിട്ട് ഒരു ലോയറെ പോലെ നമ്മൾ അത്രയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കേണ്ടി വരും. ഒരു വെതർമാനെ പോലെ വെതർ അറിയേണ്ടി വരും. ബിക്കോസ് കാർ എടുത്ത് പോയാൽ മഴ പെയ്താൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ ഫ്ലൈറ്റ് എടുത്ത് പോയിട്ട് ഒരു ഇടിവെട്ടി മിന്നലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര. ഹായ് ഷെർബിൻ. ഹായ്. അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ ഒരു 10 ലക്ഷത്തിനടുത്ത് ആളുകൾ കണ്ടു. അപ്പോൾ ഇപ്പോൾ ഷെർബിൻ ആരാണ് എന്നുള്ളത് ഇനിയൊരു ഇൻട്രോയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിലൊരു എത്രത്തോളം മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും നമുക്ക് ഇത് ക്ലാരിറ്റി തരണം എന്ന് പറഞ്ഞിട്ടുള്ള? നമുക്ക് ഓൾമോസ്റ്റ് ഒരു 400 അടുത്ത ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൂടി ഒന്ന് പറയണം എന്ന് പല പ്ലാറ്റ്ഫോമിലായിട്ട്. ഇപ്പൊ ഈ വീഡിയോ തന്നെയാണ് പല പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഏകദേശം 1 മില്യന്റെ അടുത്ത ആളുകൾ കണ്ടത്. ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കുറേ നല്ല കമൻസും കുറച്ച് അല്ലാത്ത കമൻസും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ഒരാളുടെ ജേർണി നോക്കുക. ആളുടെ പേഴ്സണൽ ചോയ്സസിനേക്കാളും ആളുടെ ജേർണീനെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ ഇൻസ്പയർ ആവുക, അല്ലെങ്കിൽ പറ്റാത്തതാണെങ്കിൽ ഒഴിവാക്കി കളയുക. അപ്പോൾ ഷെൻലൈറ്റിൻ്റെ ഈ വീഡിയോ ത്രൂ ആണ് നമുക്ക് കുറേ നല്ല കോൺടാക്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. അപ്പോൾ അതിലൊരു നമ്മൾ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ നിന്ന് ഷെൻലൈറ്റിനെ കോൺടാക്ട് ചെയ്തിട്ട് ആളോട് എൻ്റെ കോൺടാക്റ്റ് വാങ്ങി എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. എന്നിട്ട് നമ്മളുടെ ഒരു പേഴ്സണൽ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമായി. നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഇതൊക്കെ ഈ വീഡിയോ ത്രൂ മാത്രം സംഭവിച്ച കാര്യങ്ങളാണ്. സന്തോഷമായെന്ന് അറിഞ്ഞതിൽ അതിലേറെ സന്തോഷമുണ്ട്. പിന്നെ ഒരു കമൻ്റ് ആയിരുന്നു, നമ്മൾ വള്ളി തൂങ്ങി എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത്. എൻ്റെ പേഴ്സണലായിട്ടൊരു അനുഭവം ഞാൻ പറയാം. ഒരുപാട് സ്ഥലത്ത് ഈ ഒരു സമയത്തല്ല, ഒരുപാട് സ്ഥലത്ത് വീഡിയോ ചെയ്യുമ്പോൾ പോകുമ്പോഴും അതിന് മുമ്പ് നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്തും ഇവിടെ ഡ്രസ്സൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് വാങ്ങുന്നത്, ഇവിടെ ഓട്ടോറിക്ഷ ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ച അനുഭവം എനിക്ക് പേഴ്സണലി ഉണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ കുറേ ആളുകളുടെ ധാരണയിൽ ഞാൻ വയനാട്ടുകാരനല്ല എന്നൊരു ധാരണയിൽ തന്നെയാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മളതിൽ എന്താ ഉദ്ദേശിച്ചതെന്നും അതെന്താ പറഞ്ഞതെന്നും കുറേ ആളുകൾക്ക് മനസ്സിലായി. എനിക്കും പേഴ്സണലി വന്നൊരു കമൻറ്റ് തന്നെയാണ് അത്. ഈ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ വന്ന കമൻറ്റ് എന്നല്ല പറയുന്നത്, ഡയറക്റ്റ് ആയിട്ട് ഞാൻ നേരിട്ടിട്ടുള്ള കമൻറ്റ് തന്നെയാണ്. ബിക്കോസ് ഞാൻ ദുബായിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ആൾക്കാർക്ക് വയനാട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ന്യൂ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മളോട് എല്ലാവരും ചോദിക്കുമായിരുന്നു, ഡ്രസ്സൊക്കെ എവിടെ നിന്ന് എടുക്കുക, നിങ്ങളുടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്താ, അങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വയനാട്ടുകാരായതുകൊണ്ട് നമുക്കത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും ഇപ്പൊ അത്ര ഇല്ലാന്ന് തോന്നുന്നു അല്ലേ ഷെൻലേട്ടാ? ഇപ്പൊ അത്രയ്ക്കില്ലെങ്കിൽ കുറച്ച് കുറവുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, ഇപ്പോഴും അത് മനസ്സിലാക്കാത്ത കുറേ ആളുകളുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഒരാൾ ഇങ്ങനെ ഇട്ടിട്ട് അത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ആ സമയത്തും ഒരുപാട് ആളുകൾക്ക് അയാൾ ഇപ്പോഴും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണാത്തതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അത് അനുഭവിച്ചവർക്ക് തന്നെ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്, ഏറ്റവും സുന്ദരമായ സ്ഥലം എനിക്ക് വയനാട് തന്നെയാണ്. കാരണം നമ്മൾ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സുഖം, പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരി, വൃത്തിയുടെ കാര്യത്തിലായിക്കോട്ടെ, ഗ്രീനറിയുടെ കാര്യത്തിലായിക്കോട്ടെ, ഏത് തരത്തിലാണെങ്കിലും എന്താ ഫീല്? അയ്യോ, ഞാൻ അത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പഠിച്ചത് ദുബായിലായിരുന്നു. കുറച്ച് സ്കൂളിംഗ് ഒക്കെ ദുബായിലാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ചേ നാട്ടിൽ നിന്നിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പോയി അവിടെ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ എനിക്കെപ്പോഴും നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് എൻ്റെ മെയിൻ കാര്യം. ഇപ്പം തന്നെ ഞാൻ ലൈസൻസ് കൺവേർട്ട് ചെയ്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തന്നെ നമ്മളെ നാടും നമ്മളെ വയനാടും സുൽത്താൻ ബത്തേരിയിൽ നിൽക്കുക എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞപ്പോൾ ചോദിച്ചു എവിടെ സ്ഥലം എന്ന് കറക്റ്റ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. വയനാട്ടിലെ സുൽത്താൻ ബത്തേരി കോട്ടക്കുന്നാണ് ഞാൻ ജനിച്ചത് വളർന്നത്. ശ്രദ്ധിച്ച കുറച്ച് കമൻസിലുള്ള ഒന്നായിരുന്നു, വേറെയും പൈലറ്റ്സ് ഉണ്ട് ഇവിടെ എന്നുള്ളത്. വയനാട്ടിലുണ്ട്, വേറെ കുറച്ച് പൈലറ്റ്സ് ഉണ്ട്. നമ്മൾ ഫീമെയിൽ പൈലറ്റ്സിൽ സ്പെഷ്യലായിട്ട് പറഞ്ഞതിൽ തന്നെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരായിട്ട്.
അപ്പോൾ നമുക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരും കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടില്ല. അതായത് ഈ കോഴ്സിലേക്ക് പോകുന്ന റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു 1 lakh ആൾക്കാർ പോയാലും കംപ്ലീറ്റ് ചെയ്ത് വരുന്നത് ചിലപ്പോൾ 20,000 30,000 ആൾക്കാർ മാത്രമായിരിക്കും. ബിക്കോസ് ഇത് അത്ര എളുപ്പമായിട്ടുള്ള ഫീൽഡല്ല. നമുക്ക് പഠിക്കാൻ കുറേ ഉണ്ട്. പഠിച്ചു കഴിഞ്ഞ് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പാടായിരിക്കും. പിന്നെ മെഡിക്കലി ഫിറ്റ് ആവണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലൈയിങ് ചെയ്യാനും അത് ഫ്ലൈയിങ്ങിൽ എല്ലാവർക്കും അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനുമായിട്ട് കുറച്ച് പാടുണ്ട്. എല്ലാവരും പറയും പൈലറ്റ്സ് ആണെന്ന്. പഠിക്കാൻ ഇപ്പോൾ ഒരു എക്സാമിന് പോകുമ്പോൾ തന്നെ നമ്മളിപ്പോൾ പൈലറ്റ് ആണെന്ന് പറയും. അത് ഡോക്ടറാണെന്ന് നമുക്ക് എക്സാം എഴുതി ലൈസൻസ് കിട്ടാണ്ട് ഡോക്ടറാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് പൈലറ്റ്സിൻ്റെതും. കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കൊരു ലൈസൻസ് കിട്ടി നമുക്ക് ഫ്ലൈ ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആവുമ്പോൾ മാത്രമാണ് നമ്മളൊരു കംപ്ലീറ്റ് പൈലറ്റ് ആവുന്നത്. കംപ്ലീറ്റ് പൈലറ്റ് ആവുന്നത് ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ജോബ് കിട്ടിയിട്ട് മാത്രമേ ആവുള്ളൂ എന്ന്. പക്ഷേ എക്സാമിന് പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ലൈസൻസ് ആവാതെയോ അല്ലെങ്കിൽ ഇപ്പോൾ പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുന്നതാണ് എല്ലാവർക്കും ആ ഒരു കൺഫ്യൂഷൻ വരാൻ കാരണം. പൈലറ്റ്സ് ആണ്, ഫസ്റ്റ് പൈലറ്റ് ആണോ അല്ലെങ്കിൽ ഇത് സെക്കൻഡ് ആണോ തേർഡ് ആണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ അതാണ്. ചിലപ്പോൾ എന്നെക്കാൾ മുമ്പ് പോയ കുറേ ആൾക്കാരുണ്ടാവുമായിരിക്കും. കംപ്ലീറ്റ് ചെയ്ത് വന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. 12th കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. നമുക്ക് 12th വേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ്. കെമിസ്ട്രി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അതൊരു ബ്രാഞ്ചായിട്ട് എടുക്കുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നമുക്ക് ആവശ്യമാണ്. ഇനിയിപ്പോൾ അതില്ലാന്ന് വിചാരിച്ചിട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഓപ്പൺ സ്കൂളിംഗ് ത്രൂ നമുക്ക് എഴുതിയിട്ട് അത് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ എടുക്കുക എന്നാണ്. ബിക്കോസ് മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മെഡിക്കലി ഫിറ്റ് ആണോ നോക്കാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ പൈസയും വേസ്റ്റ് ഓഫ് മണി ആയിട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം മെഡിക്കൽ എടുക്കുക. ക്ലാസ് 2 ആൻഡ് ക്ലാസ് 1 മെഡിക്കലാണ് ഉള്ളത്. അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള മെഡിക്കൽ ക്ലാസ് 1 ആണ്. അത് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് ക്ലാസ് 2 മെഡിക്കൽ എടുക്കുക. എന്നിട്ട് നമ്മൾ മെഡിക്കലി ഫിറ്റ് ആണോ നോക്കിയതിന് ശേഷം ഗ്രൗണ്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും എങ്ങനെയാണ് മെഡിക്കൽ ചെയ്യേണ്ടത് എന്നുള്ളത്. മെഡിക്കൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് DGCൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കിയാൽ മതി എങ്ങനെ മെഡിക്കൽ ചെയ്യാം എന്നുള്ളത്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിന് അലൗഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ പേരുകളും അതിലുണ്ടാവും. നമ്മൾ മെഡിക്കൽ എടുത്തു കഴിഞ്ഞിട്ട് ഗ്രൗണ്ട് ക്ലാസ്സസ് ചെയ്യുക. ഗ്രൗണ്ട് ക്ലാസ്സസ് ചെയ്യാനാണെങ്കിൽ സെൽഫായിട്ടും പഠിക്കാൻ പറ്റും. അങ്ങനെ അത്ര വലിയ ടഫായിട്ടുള്ള എക്സാംസ് അല്ല. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഒറ്റയ്ക്ക് നല്ല ബുക്സൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റും. എന്നിട്ട് അത് റെഫർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലാസ്സസിന് പോവുകയാണെങ്കിൽ അത്രയും നല്ല അവിടുന്ന് സ്റ്റുഡൻറ്റ് റേഷ്യോസ് നോക്കുക, അവിടുന്ന് എത്ര പേര് പാസ് ഔട്ട് ആയിട്ടുണ്ട് നോക്കുക, നല്ല 100% അവർക്ക് സക്സസ് റേറ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പോവുക. നിങ്ങളെല്ലാവരും ഇപ്പം എന്നെ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വന്നതുകൊണ്ടാണ്. അതുപോലെ കംപ്ലീറ്റ് ചെയ്യാത്ത കുറേ സ്റ്റോറീസും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും അറിയുകയും ചെയ്യണം. അതിനെ പറ്റിയിട്ട് ആൾക്കാരോട് ചോദിക്കുകയും ചെയ്യണം. പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് വന്നു. പക്ഷെ ചില ആൾക്കാർ 5 yearsഉം 4 yearsഉം 6 yearsൊക്കെ എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് എക്സാംസ് കൊടുക്കാൻ പറ്റാണ്ടിരിക്കുന്നുണ്ട്, ഫ്ലൈയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സൈഡും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് പോകാൻ. ഓൾസോ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജോബ് ആരും അഷ്വർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നാളെ ജോബ് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. ഇത്രയും വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റിസ്ക് എടുക്കാൻ റെഡി ആണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് ജോബ് നിങ്ങളായിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ലക്കി ആണെങ്കിൽ കിട്ടും. പക്ഷേ കഴിഞ്ഞാൽ ഫ്ലൈയിങ് ആണ് ഇതിലെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ഫ്ലൈയിങ് തന്നെയാണ്. അപ്പോൾ അതിലാണ് നമ്മൾ ഏറ്റവും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ എനർജി എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം ഫ്ലൈയിങ്ങിൽ തന്നെയാണ്. അപ്പോൾ അതിന് മുമ്പായിരിക്കണം ക്ലാസ് 1 മെഡിക്കൽ എടുത്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി മെഡിക്കലി ഫിറ്റ് ആണോ എന്ന് നോക്കുക. ക്ലാസ് 1 മെഡിക്കൽ കഴിഞ്ഞതിന് ശേഷം FA, ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഫ്ലൈയിങ് ആണ്. ഞാൻ അബ്രോഡ് പോയിട്ടാണ് ഫ്ലൈയിങ് ചെയ്തിട്ടുള്ളത്. അത് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് FAൻ്റെ ഒരു മെഡിക്കലും കൂടി ഉണ്ട്. അതുകൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് പോവുക. എഫിലായിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൈയിങ് സ്കൂള് ചൂസ് ചെയ്യുന്നതിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ലോസസ് വരാൻ ചാൻസ് ഉള്ളത് ഫ്ലൈയിങ് സ്കൂളിൻ്റെ കാര്യത്തിലാണ്. ഞങ്ങൾ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പോലും എനിക്ക് തന്നെ ഫസ്റ്റ് ഇവിടുന്ന് നമ്മളൊരു ഏജൻസി ത്രൂ ആണ് പോയത്. ഏജൻസി ത്രൂ പോകുന്ന സമയത്ത് അവർ ലൈസൻസ് ഉണ്ട് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട്, ബിക്കോസ് നമ്മൾ പോകുന്നത് അബ്രോഡാണ്. ഒരു അമേരിക്കയിൽ നമുക്ക് എത്ര അന്വേഷിക്കാൻ ആളുണ്ടെങ്കിലും നമുക്ക് അത്രത്തോളം ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവർക്ക് നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ഫ്ലൈ ചെയ്യിക്കാനുള്ള പ്രോപ്പർ ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറേ കുട്ടികൾക്ക് ഭയങ്കര വലിയ എമൗണ്ടിൻ്റെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അത് ഇതിൽ വരുന്ന ഓരോ നഷ്ടങ്ങളും ലക്ഷങ്ങളിലാണ് വരിക, ഒരിക്കലും ആയിരങ്ങളിലായിരിക്കില്ല വരിക. അപ്പോൾ അത് ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം സ്കൂൾ ചൂസ് ചെയ്യാൻ. ആരും പറയുന്നത് കേട്ടിട്ട് ഒരു ഏജൻസിയോ ഒരു ഗ്രൗണ്ട് സ്കൂളോ അല്ലെങ്കിൽ ആരും പറയുന്നത് കേട്ടിട്ട് ഒരു സ്കൂളും ചൂസ് ചെയ്യാതിരിക്കുക. നാവിഗേഷൻ, മെട്രോളജി, റെഗുലേഷൻസ് അങ്ങനത്തെ പേപ്പേഴ്സ് ആയിരിക്കും അബ്രോഡ് പോകുമ്പോൾ നിങ്ങൾ എക്സാംസ് എഴുതുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ തന്നെ നിങ്ങൾക്കൊരു സ്കൂൾ ചൂസ് ചെയ്ത് പറഞ്ഞു തരും. അവർക്ക് അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു വലിയ എമൗണ്ട് ലൈക്ക് 6 to 7 lakhs അല്ലെങ്കിൽ 10 lakhsൻ്റെ ഉള്ളിലൊക്കെ അവർക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കമ്മീഷൻ പോകുന്നുണ്ട്. അപ്പോൾ അത് കൊണ്ട് ഒരു ഗ്രൗണ്ട് സ്കൂളോ ഒരാളോ പറയുന്നത് കേട്ടിട്ട് മാത്രം പോകരുത്. ഇത് നിങ്ങളെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളെ പൈസയാണ്, നിങ്ങളെ പ്രൊഫഷനാണ്. അപ്പം നിങ്ങൾ വേണം ഇത് കറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഏത് സ്കൂളിൽ പോകണം, അവിടെ എത്ര എയർക്രാഫ്റ്റ്സ് ഉണ്ട്, അവിടെ എത്ര ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്, അവരൊക്കെ നന്നായിട്ടാണോ പഠിപ്പിക്കുന്നത്, അവരെത്ര ടൈം കൊണ്ടാണ് ചെയ്യുന്നത്, പിന്നെ പോകുന്ന ഒരു സ്ഥലത്ത് നമുക്ക് വെതർ ഓക്കെ ആണോ. ഇപ്പം ഞാൻ കാലിഫോർണിയ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബാഡ് വെതറായിട്ട് വരുന്ന ഒരു സമയം എന്ന് വെച്ചാൽ 3 മാസമൊക്കെ ആയിരിക്കും ഇയർലി. ബാക്കി ടൈമൊക്കെ നമുക്ക് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയത്. അങ്ങനത്തെ കുറേ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. അത് നമുക്ക് അത്ര പ്ലീസിങ് ആയിരിക്കില്ല കേൾക്കാനായിട്ട്. ബിക്കോസ് അതിൽ നമുക്ക് ലൂസ് ആവുന്നത് എന്ന് വെച്ചാൽ കുറേ ടൈമാണ്, നമ്മളെ പൈസയാണ്, നമ്മളെ ഒരു മെൻ്റൽ ഹെൽത്താണ്. അതൊക്കെ എനിക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ സക്സസ് മാത്രമാണ് കാണുന്നത്. ഞാനിവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കെല്ലാം എളുപ്പമായിരുന്നു, പോയി കഴിഞ്ഞാൽ സൈക്കിൾ ഓടിക്കാൻ ഒരു സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ കാർ എടുക്കാൻ പറ്റൂലേ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഫ്ലൈയിങ്ങും കാർ ഓടിക്കുന്ന പോലെ എളുപ്പമായിരിക്കൂലേ എന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിൽ മെയിനായിട്ട് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പൈലറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, നമ്മൾ പൈലറ്റ് ആവാൻ വന്നു കഴിഞ്ഞാലും ഡോക്ടേഴ്സിനെ പോലെ നമ്മൾ മെഡിക്കലി കാര്യങ്ങൾ അറിയണം. ബിക്കോസ് ഹൈറ്റ് കൂടുന്ന സമയത്ത് നമുക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഡോക്ടറെ പോലെയുള്ള നോളജ് നമുക്ക് വേണ്ടി വരും. പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ലോയർ പോലെ നമ്മൾ അത്രയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കേണ്ടി വരും. ബിക്കോസ് ഈ എയർക്രാഫ്റ്റ് എടുത്തിട്ട് ആകാശം വലുതാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഓടിക്കാൻ പറ്റില്ല. അതിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ലോയർ പോലെ അത് അറിയേണ്ടി വരും. പിന്നെ ഒരു വെതർമാനെ പോലെ വെതർ അറിയേണ്ടി വരും. ബിക്കോസ് കാർ എടുത്ത് പോയാൽ മഴ പെയ്താൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ ഫ്ലൈറ്റ് എടുത്ത് പോയിട്ട് ഒരു തണ്ട് സ്റ്റോമോ അല്ലെങ്കിൽ ഒരു ഇടിവെട്ടി മിന്നലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പൈലറ്റ്സിൻ്റെ ഇടയിൽ തന്നെ പറയുന്നൊരു ജോക്കാണ്. അപ്പോൾ അബ്രോഡ് മാത്രമല്ല നമുക്ക് ഫ്ലൈയിങ് ചെയ്യാൻ പറ്റുക, നമുക്ക് ഇന്ത്യയിലും ഫ്ലൈയിങ് ചെയ്യാം. അതിനെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല, ബിക്കോസ് ഞാൻ ഇന്ത്യയിലല്ല ചെയ്തത്. എനിക്ക് അറിയാത്ത കാര്യം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നില്ല. അത് ഇന്ത്യയിൽ ചെയ്ത കുട്ടികളോട് ചോദിക്കുക, അറിയുക, എന്നിട്ട് മാത്രം ചൂസ് ചെയ്യുക. ടൈം കുറച്ച് കൂടുതൽ എടുക്കും അബ്രോഡിനെക്കാളും എന്ന് മാത്രമേ എനിക്കറിയാം. ബിക്കോസ് ഇവിടുത്തെ വെതർ നമുക്ക് അത്ര കൺവീനിയൻ്റ് അല്ല ഫ്ലൈ ചെയ്യാനായിട്ട്. നമുക്ക് കൺവേർഷനും ടൈപ്പ് റൈറ്റിങ്ങും ജോബ് കിട്ടുന്നത് വരെയുള്ള കുറേ പ്രോസസ്സുകളുണ്ട്. ജോബ് കിട്ടിയിട്ടുള്ളതും ഉണ്ട്. അതൊക്കെ കാണുക, നോക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാനലിൽ മെസ്സേജ് ചെയ്താൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനും ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് പൈലറ്റ് ട്രെയിനിങ്ങിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.